പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ 25 നബിമാരിൽ അവസാനം വന്ന പ്രവാചകനാണ് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യമായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗസ്മരണകൾ എടുത്തു പറയുക എന്നത് ഏറെ ബഹുമാനവും ആദരവുമുള്ള ഒരു വിഷയമായി ഞാനിതിനെ കാണുന്നു. ഈ ഒരു യുഗത്തിൽ എന്തുകൊണ്ടും പ്രതിപാദിപ്പിക്കേണ്ട ഒരു ആനുകാലികമായ വിഷയം തന്നെയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുന്ന ഒരു വചനമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, ഈ ലോകർക്ക് അനുഗ്രഹമായിക്കൊണ്ട് അഥവാ കാരുണ്യമായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇത് ഉൾക്കൊണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിച്ച് ഉത്ബോധിപ്പിക്കുന്നൊരു വചനമുണ്ട്. ഹദീസിൽ വന്നൊരു കാര്യമാണ്. മുതിർന്നവരോടും മുതിർന്നവരെ ആദരിക്കാത്തവരും കുട്ടികളെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, കാരുണ്യത്തിൻ്റെ കവാടമാണ് സ്വർഗമെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ മടിയിലിരുത്തി ചുംബിച്ച് കളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തെമീം ഗോത്രക്കാരനായ അൽ അഖർ ഇബ്നു ഹാബിസ് എന്ന മഹാപണ്ഡിതൻ കടന്നു വന്ന പ്രവാചകനെ അത്ഭുതത്തോടെ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 10 മക്കളാണ്. ഞാൻ ഇന്നുവരെ ഒരു കുട്ടിയെ പോലും ചുംബിച്ചിട്ടില്ല, അവരെ ഇതുപോലെ കളിപ്പിച്ചിട്ടില്ല. അതിന് പ്രവാചകൻ അവർക്ക് നൽകിയ മറുപടി, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അള്ളാഹു കാരുണ്യത്തെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകാൻ എനിക്കതിന് സാധിക്കില്ല. കാരുണ്യമില്ലാത്ത സ്ഥലത്തേക്ക് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കില്ല എന്ന ഒരു പാഠം നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യാത്ര സഞ്ചരിച്ചു പോകുമ്പോൾ 2 പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് അവർ വരുന്ന സമയത്ത് അതിൻ്റെ തള്ളപ്പച്ചി അതിനെ നോക്കിക്കാരെ ചിറകിട്ടടിക്കുന്ന സമയത്ത് പ്രവാചകൻ അതിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ആ തള്ളപ്പച്ചി അതിൻ്റെ മക്കളെ അവർ ആവശ്യപ്പെടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്കത് തിരിച്ചു നൽകണം. ഇതിൽ നിന്നെല്ലാം നാം ഉൾക്കൊള്ളുന്നൊരു പാഠം, എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം, കാരുണ്യത്തിൻ്റെ കവാടമാണ് സ്വർഗം എന്ന ഒരു പാഠം നമുക്കിതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമുള്ള ജീവിതത്തോട് നയിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.